ഹലോ ഫ്രണ്ട്സ്, വിഷ്ണു ശാലിനി ലേറ്റസ്റ്റ് റിവ്യൂ. അങ്ങനെ സത്യാമ്മയുടെ ജാമ്യത്തിന് വേണ്ടി അഡ്വക്കേറ്റ് അരുണ ശരിക്കും കോടതിയിൽ വാദിച്ചിരിക്കുവാണ്. അങ്ങനെ പ്രതിഭാഗത്തിൻ്റെയും വാദിഭാഗത്തിൻ്റെയും വക്കീലുമാരുടെ വിസ്താരണയൊക്കെ കഴിഞ്ഞ് ജഡ്ജി വിധി വായിക്കുവാണ്. എല്ലാവരും ഇങ്ങനെ ആകാംക്ഷയോടെ ഇരിക്കുക. ഈ സമയത്താണെങ്കിൽ രാഘവേട്ടൻ്റെ കയ്യിൽ പിള്ള ഇങ്ങനെ തൈലമിട്ട് തടയി കൊടുക്കുക. പൊന്നിയുടെ കയ്യിൽ ശാരികയുടെ കുഞ്ഞിരുന്ന് കരയുക. ഈ കരച്ചിൽ അവർക്ക് വല്ലാത്ത അസ്വസ്ഥത ഉണ്ടാക്കുന്നുണ്ട്. രാഘവേട്ടൻ പിള്ളയോട് പറയാം, ഈ കൊച്ചിൻ്റെ കരച്ചിൽ നിൽക്കത്തില്ലല്ലോ സാറേ, ഞാൻ അന്നേ പറഞ്ഞതല്ലേ, ഇനി ഒന്നും ഞാൻ ആ കൊച്ചിൻ്റെ കാര്യത്തെക്കുറിച്ച് മിണ്ടാനേ പോകുന്നില്ല. എനിക്ക് മിണ്ടാനിവിടെ യാതൊരു അവകാശവും ഇല്ലല്ലോ. തനിക്ക് അവകാശമില്ലെന്ന് ആരോടോ പിള്ളയെ പറഞ്ഞത്? ഇത് എൻ്റെ വീടാ, ഞാനാ തീരുമാനം എടുക്കുന്നത്. എടി പൊന്നി, ആ കൊച്ചിന് എന്തെങ്കിലും കൊടുത്ത് എൻ്റെ വായൊന്ന് അടപ്പീര്, അല്ലെങ്കിൽ ചെവിയുടെ ഡയഫ്രം അടിച്ചു പോകും. ഈ കുഞ്ഞിന്റെ വായും കഴിക്കത്തില്ലയോ? എന്തൊരു കരച്ചിലാ, എത്ര നേരമായി തുടങ്ങിയിട്ട്. പിള്ളയ്ക്ക് തീരെ പറ്റുന്നില്ല. പിള്ള പറയാ, എന്റെ സാറേ, അങ്ങനെ ഇങ്ങനെയൊന്നും ആ കൊച്ചിന്റെ കരച്ചിലൊന്നും അടങ്ങാൻ പോകുന്നില്ല. ഇവിടുത്തെ സർവനാശവും കണ്ട് അത് ഇവിടെ ഉള്ളവരുടെ കണ്ണുനീരെല്ലാം കണ്ടതിന് ശേഷം അത് അടക്കും. എടോ പിള്ളെ, താൻ കരുനാക്ക് വളച്ചൊന്നും പറയാതെടോ. ഫാമയുടെ കാര്യം എന്താവോ എന്തോ. ജാമ്യം കിട്ടിയാൽ മതിയായിരുന്നു. എല്ലാ ദൈവങ്ങളെയും വിളിച്ച് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. പിള്ളയ്ക്ക് അടങ്ങിയിരിക്കാനേ പറ്റുന്നില്ല. അവൻ എങ്ങനെയെങ്കിലും ആ കൊച്ചിനെ അവിടെ നിന്ന് ഓടിച്ച് കളഞ്ഞേ പറ്റൂ. ഒരു സാധ്യതയില്ല സാറേ. കാര്യങ്ങളുടെ കിടപ്പ് ഇങ്ങനെയാണെങ്കിൽ ജാമ്യം കിട്ടാനൊന്നും ഒരു സാധ്യതയില്ല. വന്ന് കയറിയിരിക്കുന്ന ആ കുഞ്ഞ് മൊച്ചോടെ മുടിക്കുന്ന അസുര ജന്മമാണ്. സാറ് കേട്ടില്ലേ കീറി പൊളിക്കുന്നത്? ഇവിടെ ആരാ സാറേ സ്വസ്ഥതയോടെ നിൽക്കുന്നത്? ആർക്കെങ്കിലും സ്വൈരമുണ്ടോ, സമാധാനമുണ്ടോ? ഒന്ന് സമാധാനമായിട്ട് കിടന്നുറങ്ങാനെങ്കിലും ആർക്കെങ്കിലും പറ്റുന്നുണ്ടോ? കണ്ണടച്ചാൽ കാണുന്നത് മുന്നിൽ 100 കൂട്ടം പ്രശ്നങ്ങളല്ലയോ? താൻ എന്തുകൂടെ ഈ പറഞ്ഞു വരുന്നത്? അപ്പോഴെൻ്റെ ഫാമയ്ക്ക് ജാമ്യം കിട്ടത്തില്ലെന്നാണോ? നിലവിലെ സാധ്യത വെച്ച് കിട്ടാൻ ചാൻസ് ഇല്ല. ഇനി എന്തെങ്കിലും അത്ഭുതം നടന്നാൽ ചിലപ്പോൾ കിട്ടിയേക്കും. എൻ്റെ പൊന്നു സാറേ, സ്വർണം കായ്ക്കുന്ന മരമാണെങ്കിൽ പോലും വീടിന് മുകളിലോട്ട് വളർന്നാൽ നമ്മൾ എന്ത് ചെയ്യും? അത് വെട്ടിക്കളയത്തില്ലയോ? ഇവിടെയും നമ്മൾ നോക്കേണ്ടത് നമ്മുടെ നിലനിൽപ്പാ. ആ കൊച്ചിവിടെ വന്നതിന് ശേഷം നടക്കാൻ പാടില്ലാത്തതൊക്കെ നടന്ന് ഇനി ഇതിനേക്കാളും വലിയ ദുരന്തങ്ങൾ വരും. ആ ദുരന്തം നേരിടാൻ നിൽക്കാതെ ആ ദുരന്തം വരാതിരിക്കാനുള്ള മാർഗമാണ് നമ്മൾ നോക്കേണ്ടത്. സാർ കേട്ടില്ലേ ആ കൊച്ചു കിടന്ന് കീറി പൊളിക്കുന്നത്? നമ്മുടെയൊക്കെ കാലനായിട്ട് ജനിച്ച ആ അസുരവിത്ത് ആ കുഞ്ഞിനെ ഇനി ഇവിടെ വേണോ സാറേ? എടോ പിള്ളേ, ഇയാൾ എന്തുകൂടെ ഈ പറഞ്ഞു വരുന്നത്? സാറേ, ഇതിനെ എവിടെങ്കിലും കൊണ്ടുപോയി ആക്കണം സാറേ. എന്നാലേ ഈ വീടും വീട്ടിലുള്ളവരും രക്ഷപ്പെടൂ എന്നുള്ളെങ്കിൽ അത് ചെയ്യണം സാറേ. അവനവന്റെ ജീവിതമാണ് മുഖ്യം, അത് കഴിഞ്ഞേ ഉള്ളു എന്തും. കോടതിയിൽ ജഡ്ജി പറയുക, പ്രതിയായി ആരോപിക്കപ്പെട്ടിരിക്കുന്ന സത്യഭാമ കുറ്റം ചെയ്തിട്ടുണ്ടെന്ന് തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിയാത്തതുകൊണ്ടും പ്രതിയുടെ പ്രായവും ക്രിമിനൽ പശ്ചാത്തലം ഇല്ലാത്ത കാരണത്താലും സ്റ്റേഷൻ അതിർത്തി വിട്ട് പോകാൻ പാടില്ല എന്നുള്ള വ്യവസ്ഥയിലും 2 ആൾജാമ്യത്തിന്റെ പുറത്ത് ജാമ്യം അനുവദിച്ചിരിക്കുന്നു. കേസിന്റെ തുടർന്നുള്ള വാദം അടുത്ത മാസം 28-ാം തീയതിക്ക് മാറ്റിവെച്ചിരിക്കുന്നു. സത്യാമ്മ ഇത് കേട്ട് വളരെ സന്തോഷത്തോടെ ശാലിനിയെയും വക്കീലിനെയും ശിവനെയൊക്കെ ഇങ്ങനെ നോക്കുക. എല്ലാവരുടെയും മുഖത്ത് നല്ല സന്തോഷമുണ്ട്. തലയ്ക്ക് അടിയേറ്റതുപോലെ എല്ലാ പ്രതീക്ഷയും കൈവിട്ടു പോയല്ലോ എന്ന് വിചാരിച്ച് സോമശേഖരൻ ഇങ്ങനെ തലയും കുനിഞ്ഞിരിക്കുക. അതുപോലെ തന്നെയാണ് ആ വക്കീലും. ശാലിനി സന്തോഷത്തോടെ അഡ്വക്കേറ്റ് അരുണയ്ക്ക് ഷേക്ക് ഹാൻഡൊക്കെ കൊടുക്കുന്നു. സത്യാമ്മ ശാലിനിയോട് പറയും, തക്ക സമയത്ത് മോളെ നീ വന്നല്ലോ. അരുണെ, ഞാൻ ഇതിനൊക്കെ എങ്ങനെയാ നന്ദി പറയേണ്ടതെന്ന് അറിയില്ല. അഡ്വക്കേറ്റായിട്ട് എനിക്ക് അരുണയെ കിട്ടിയില്ലായിരുന്നെങ്കിൽ ഈ കേസ് എങ്ങോട്ട് പോകുമെന്ന് എനിക്കൊരു പിടിയുമില്ലായിരുന്നു. ശാലിനി അങ്ങനെ പറഞ്ഞപ്പോൾ അരുണ പറയാം, അവർക്ക് കാണിക്കാൻ തെളിവൊന്നുമില്ലായിരുന്നു. അതുതന്നെയാണ് നമ്മുടെ വിജയവും. എവിടെയെങ്കിലും ഒരിടത്തെങ്കിലും ഒരു തെളിവുണ്ടായിരുന്നെങ്കിൽ ശാലിനി ചിലപ്പോൾ നമ്മൾ പെട്ടുപോയേന്. ശാലിനി പെട്ടെന്ന് ശിവനെ പരിചയപ്പെടുത്തുവാണ് അരുണയ്ക്ക്. ഇത് അമ്മയുടെ റൈറ്റ് ഹാൻഡാ, ബിസിനസ് എല്ലാം നോക്കി നടത്തുന്ന ഈ ശിവനാണ്. അങ്ങനെ ശിവനും അരുണയും ഷേക്ക് ഹാൻഡൊക്കെ കൊടുത്ത് പരിചയപ്പെടുന്നുണ്ട്. പിന്നെ ശാലിനി നേരിട്ട് കാശ് മേടിച്ചത് കൊണ്ടാണ് നമുക്ക് രക്ഷയായത്. അപ്പോൾ അരുണയുടെ ഫോണിലോട്ടൊരു കോൾ വരുന്നുണ്ട്. അരുണ ആ ഫോൺ എടുത്ത് ആകെ ഒരു ടെൻഷനായിട്ട്, ഞാൻ ഇപ്പോൾ വരാവേ എന്നും പറഞ്ഞ് അരുണ അങ്ങ് പോവുകയാണ്. സത്യാമ്മ, ഇനി സത്യാമ്മ ഒന്നും കൊണ്ടും പേടിക്കണ്ട. ഇതിൻ്റെ പേരിൽ സത്യാമ്മയ്ക്ക് ഇനി ഒരു പ്രശ്നവും വരില്ല. അങ്ങനെ പറഞ്ഞ് സത്യാമ്മയെ ശാലിനിയും കെട്ടിപ്പിടിച്ച് മുത്തമൊക്കെ കൊടുക്കുന്നുണ്ട്. ഈ സമയം അരുണയുടെ വരവും കാത്ത് അവളുടെ അമ്മായിയപ്പനും അമ്മായിയച്ഛനും ഇങ്ങനെ വാതുക്കെ തന്നെ നിൽക്കുക. അരുണ ഒരു ഓട്ടോറിക്ഷയിൽ വന്ന് പെട്ടെന്ന് അങ്ങോട്ട് ഓടിച്ചല്ലോ. എന്തു പറ്റി അച്ഛാ? കാര്യം പറ. മോളെ, മൂർത്തി കഥ കടച്ചകത്ത് തന്നെ ഇരിക്കുക. വിളിച്ചിട്ട് വാതിൽ തുറക്കുന്നില്ല. മോള് ചെന്നൊന്ന് വിളിക്ക്. മോളെ ആദ്യം വിളിച്ച് വരുത്തണ്ടല്ലോ എന്ന് കരുതി ഞങ്ങൾ ദുർഗയെ വിളിച്ച് വരുത്തിയായിരുന്നു. അരുണയെ തീരെ ഇഷ്ടമില്ലെന്ന് തോന്നുന്നു. അരുണയെ ഒരു ശത്രുവായിട്ടാണ് ദുർഗ കണ്ടിരിക്കുന്നതെന്നാണ് തോന്നുന്നത്. വലിയ ദേഷ്യത്തോടെ ദുർഗ അങ്ങോട്ട് വന്നിട്ട് എങ്ങനെ പിന്നെ വാതിൽ തുറക്കും? ആകെയുള്ള ഒരു ചേച്ചിയെ വന്നു കയറിയ ഭാര്യ ശത്രുസ്ഥാനത്താക്കി പറഞ്ഞ് കേൾപ്പിച്ച് വെച്ചിരിക്കുമല്ലയോ. ഞാൻ എന്തു പറഞ്ഞാലും മറുത്തൊന്നും പറയാതെ അനുസരിക്കുന്ന എൻ്റെ അനുജനെ എനിക്കെതിരെ മാറ്റിയത് ഇവൾ ഒറ്റയൊരുത്തിയാ. സങ്കടത്തോടെ അരുണ ചോദിക്കുക, ഞാനിപ്പോൾ എന്താ ദുർഗേച്ചി ചെയ്യേണ്ടത്? അകത്ത് കതവടച്ചിരിക്കുന്ന എൻ്റെ ഭർത്താവിനെ വെളിയിലോട്ട് ഇറക്കണോ?
അതോ ദുർഗേച്ചിയായിട്ട് യാതൊരു കാര്യമില്ലാത്ത കാര്യത്തിന് വായിട്ടലയ്ക്കണോ? കോടതിയിൽ ഒരുപാട് വായിട്ടലച്ചിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വരുന്നത്. അതുകൊണ്ട് പ്ലീസ് ദയവായി എന്നെ ഒന്ന് വെറുതെ വിട് എന്ന് പറഞ്ഞിട്ട് അരുണെ അകത്തോട്ട് ഓടിപ്പോവാ. ദുർഗ പറയുക, അച്ഛൻ കണ്ടില്ലേ അവളുടെ ഒരു അഹമ്മതി, ഇതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ടങ്ങ് വരാത്തത്. മോളെ കൊണ്ട് അച്ഛനും അമ്മയും സഹികെട്ടിരിക്കുവാണെന്ന് തോന്നുന്നു. ആ അച്ഛൻ പറയാം, എൻ്റെ പൊന്നു മോളെ നീ ഒന്ന് വായടക്കി. ഇപ്പൊ എങ്ങനെങ്കിലും മൂർത്തി ആ റൂമിൽ നിന്ന് പുറത്തോട്ട് കൊണ്ടുവരുന്നതാണല്ലോ നമ്മുടെ ഏക ലക്ഷ്യം. ആ ഒരു കാര്യം ആദ്യം ഒന്ന് നടക്കട്ടെ. അരുണ വന്നിട്ട് കഥകെ തെറ്റുക, മൂർത്തി എന്നും പറഞ്ഞ് തട്ടി വിളിക്കുക. പക്ഷെ കഥവ് തുറക്കുന്നതേ ഇല്ല മൂർത്തി. അല്ലെങ്കിലും എനിക്ക് അറിയാച്ച അച്ഛനും അമ്മയ്ക്കും എൻ്റെ വാക്കിനൊരു വിലയില്ലെന്ന് അന്നേ ഞാൻ പറഞ്ഞതാ. ഒരു വാക്കിന് വിലയില്ലാത്ത വക്കീൽ പഠിച്ച ഇവളെ എൻ്റെ അനിയൻ്റെ ജീവിതത്തിലോട്ട് കൊണ്ടുവരരുതെന്ന്. നിങ്ങളാരും ഞാൻ പറഞ്ഞത് കേട്ടില്ലല്ലോ. എൻ്റെ ദുർഗ നീ ഒന്ന് വായടക്കി, എങ്ങനെങ്കിലും മൂർത്തി ഒന്ന് വിളിച്ചിറക്കി കൊണ്ടുവരട്ടെ. സഖി കേട്ട അമ്മ ദുർഗയോട് പറയാം, കൂടുതൽ പ്രശ്നങ്ങളൊന്നും ഇവിടെ ഉണ്ടാക്കല്ലേ മോളെ എന്ന് പറഞ്ഞിട്ട് അവരെല്ലാവരും കൂടെ മൂർത്തിയുടെ റൂമിൻ്റെ വാതക്കലോട്ട് ചെല്ലുക. അരുണ കരഞ്ഞോണ്ട് വാതിലെ തട്ടുക, മൂർത്തി കതവ് തുറക്ക് പ്ലീസ്, മൂർത്തി കതവ് തുറക്ക്, അരുണയാ വിളിക്കുന്നത്. അപ്പോൾ ദുർഗ അങ്ങോട്ട് വന്നിട്ട് ചോദിക്കും, എന്താ വക്കീലെ വിളിച്ചിട്ട് പ്രതി വാതിൽ തുറന്നില്ലേ? അരുണയ്ക്കും ദേഷ്യം വരിക, ഞാൻ വക്കീലായതുകൊണ്ടാണോ നിങ്ങളുടെ അനുജൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വാതിൽ കുറ്റിയിട്ട് ഞങ്ങളെ പേടിപ്പിക്കുന്നത്? അപ്പോഴും അമ്മ പറയുന്നുണ്ട്, ഈ ദുർഗ ഇവിടെ കിടന്ന് എന്തെങ്കിലും വിളിച്ച് പറയട്ടെ, മോൾ അതൊന്നും ശ്രദ്ധിക്കണ്ട. അരുണയോട് പറയാം, മോൾ എങ്ങനെങ്കിലും മൂർത്തിയെ വിളിച്ച് കതവ് തുറക്കാൻ പറ, എന്നിട്ട് എന്തെങ്കിലും ഒന്ന് കഴിക്കാൻ പറ. ഇങ്ങനെ മുറി അടച്ചിരുന്നവൻ എന്തോ കിട്ടാനാ? മൂർത്തി അരുണയാ പറയുന്ന വാതിൽ തുറക്കാൻ. പെട്ടെന്ന് ദുർഗ വീണ്ടും കണ്ടോച്ചാ, ഇവിടെ അഹങ്കാരം കണ്ടില്ലേ, ഭർത്താവിനെ പേരാ വിളിക്കുന്നത്. അതെങ്ങനെ? കള്ളന്മാരുടെയും കൊള്ളക്കാരുടെയും കൂടെ ഒപ്പം വലിയ സഹവാസം. അപ്പോഴാ കുണമൊക്കെ കാണിക്കാതിരിക്കില്ലല്ലോ. അരുണ ചോദിക്കുക, ദുർഗേച്ചി എന്താ നിങ്ങളുടെ പ്രശ്നം? ഇപ്പോഴെൻ്റെ പ്രശ്നം എൻ്റെ അനിയൻ്റെ ജീവിതം നശിപ്പിച്ചതില്ല. ഇനി അതൊന്നും തിരിച്ചു പിടിക്കാൻ പറ്റില്ലല്ലോ. ആ അനിയൻ വാതിലടച്ച് കുറ്റിയിട്ടിരിക്കുന്ന എന്തിനാണെന്നറിയാൻ വേണ്ടിയാണ് ഞാൻ ഓടിപ്പിടിച്ച് ഇങ്ങോട്ട് വന്നത്. ഇനി നിങ്ങളുടെ അനിയൻ എന്തെങ്കിലും കുഴപ്പം സംഭവിച്ചോ എന്നറിയാനല്ലേ നിങ്ങളുടെ താല്പര്യം? അവൻ്റെ ഭാര്യയെ എങ്ങനെയൊക്കെ താഴ്ത്തിക്കെട്ടി സംസാരിക്കാവോ എന്നല്ലേ നിങ്ങൾ നോക്കുന്നത്? ഒരു സ്കൂളിൻ്റെ മാനേജറല്ലേ ദുർഗേച്ചി നിങ്ങൾ ഇത്രയും തരം താഴ്ന്നു പോകരുത്. അച്ഛനും അമ്മയും ഇത് കേട്ടില്ലേ? എൻ്റെ പ്രൊഫഷനെയാണ് ഇവൾ പറഞ്ഞിരിക്കുന്നത്. ഞാനിനി ഒരു നിമിഷം പോലും ഇവിടെ നിൽക്കില്ല. ആരൊക്കെ ചത്തെന്ന് പറഞ്ഞാലും ഞാൻ ഇങ്ങോട്ട് കയറത്തത് പോലുമില്ല എന്നും പറഞ്ഞിട്ട് ചാടി കുലുങ്ങി ദുർഗ അങ്ങ് പോവുക. ചുമ്മാ ആളെ പേടിപ്പിക്കാനായിട്ട് ഇവൻ എന്തിനാ ഇങ്ങനെ അകത്ത് കയറിയിരിക്കുന്നത്? മോളെ അവനോട് പറ തുറക്കാൻ. അരുണ പറയും, മൂർത്തി കഥവ് തുറന്നില്ലെങ്കിൽ ഞാനിപ്പോൾ കഥ ഉടച്ചകത്തോട്ട് വരും എന്ന് പറഞ്ഞതെന്താണ്ട് മൂർത്തി കഥ ഇങ്ങനെ തുറക്കുന്നുണ്ട്. കുടിച്ച് ബോധമില്ലാതെ മൂർത്തി ഇങ്ങനെ നിൽക്കുക. അരുണ അകത്തോട്ട് കയറിയിട്ട് പറയാം, അപ്പോൾ വലി മാത്രമല്ല കുടിയും തുടങ്ങിയല്ലേ? അരുണേ പ്ലീസ്, തനിക്ക് എന്നെ എന്ത് വേണമെങ്കിലും പറയാം, പക്ഷേ അച്ഛൻ്റെ അമ്മയുടെ മുൻപിൽ വെച്ചാകരുത്. എങ്ങനെയാ മൂർത്തി ഞാൻ ഒന്നും പറയാതിരിക്കുന്നത്? ഇത് എന്തൊരു കോലമാണ് ഇത്? എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടിയിരിക്കുന്നത്? എന്താ ഇത്? ഞാൻ പിന്നെ എന്ത് ചെയ്യണം അരുണേ? എനിക്കിനി ചെയ്യാനൊന്നുമില്ല. എല്ലാം ചെയ്ത് പരാജയപ്പെട്ട് നിൽക്കുന്നവനാ ഞാൻ. ജീവിതം എന്ന ക്ലാസ്സിൽ തോറ്റ് തൊപ്പിയിട്ട് നിൽക്കുന്നവൻ. പരാജയം എന്ന പേരും പറഞ്ഞ് സ്വയം ജീവിതം നശിപ്പിക്കാൻ നടക്കുന്ന ആളിനോട് ഞാൻ ഇനി ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അരുണേ പ്ലീസ്, ഞാൻ തോറ്റ് തുന്നം പാടിയിരിക്കുക. ലക്ഷങ്ങളാണ് ദിവസവും നഷ്ടങ്ങളുടെ പട്ടികയിലോട്ട് കയറിക്കൊണ്ടിരിക്കുന്നത്. അരുണേ, നിന്റെ ജീവിതവും ഞാൻ നഷ്ടപ്പെടുത്തിയില്ലേ? ഒരു കുഞ്ഞിനെ തരാൻ പോലും എനിക്ക് കഴിഞ്ഞില്ലല്ലോ. ഞാൻ പിന്നെ എന്തിനാ അരുണേ ഇങ്ങനെ ജീവിക്കുന്നത്? ആത്മഹത്യ ചെയ്യാൻ പേടിയായതുകൊണ്ട്, അല്ലെങ്കിൽ എന്നേ എൻ്റെ ജീവിതം ഞാൻ അവസാനിപ്പിച്ചേനെ. എന്നെ ഏറ്റവും അധികം കെയർ ചെയ്തിട്ടുള്ള ആളാണ് എൻ്റെ അച്ഛൻ. ജീവിതത്തിൽ അച്ഛന് ഞാനായിട്ടുണ്ടാക്കിയ നഷ്ടങ്ങൾ ചിരിച്ചു തള്ളിയ ആ മനുഷ്യന് ഇന്ന് ക്യാൻസറാണ്. മനുഷ്യൻ്റെ അരികിലൊന്ന് ഇരിക്കാനോ ഒന്ന് ആശ്വസിപ്പിക്കാനോ എനിക്ക് കഴിയുന്നില്ല. മൂർത്തി, ഇതൊന്നും നമ്മളായിട്ടുണ്ടാക്കുന്നതല്ലല്ലോ. അല്ലായിരിക്കും അരുണേ, പക്ഷേ ഒരു മകനെന്ന നിലയിൽ എനിക്ക് എൻ്റെ അച്ഛനോട് ചില കടപ്പാടുകളില്ലേ, ചില ഉത്തരവാദിത്തങ്ങൾ. അതൊക്കെ വേണ്ടുവല്ലോ എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. എൻ്റെ ജീവിതം എനിക്ക് മടുത്തു. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നത്. അതുകൊണ്ടാണോ മൂർത്തി ഇങ്ങനെ ലഹരിക്ക് അടിമപ്പെട്ട് ജീവിക്കാമെന്ന് തീരുമാനിച്ചത്? ഇങ്ങനെ സ്വയം നശിച്ചാൽ ഇപ്പോൾ മൂർത്തിയെ ബാധിച്ചിരിക്കുന്ന എല്ലാ പ്രശ്നങ്ങളും മാറി കിട്ടുമോ? ഈ കടക്കണിയിൽ നിന്നൊക്കെ മൂർത്തിക്ക് രക്ഷപ്പെടാൻ പറ്റുമോ? അവിടെ ഇരുന്ന മദ്യക്കുപ്പിയും ഗ്ലാസും എല്ലാം എടുത്ത് അരുണയെ വാഷ് ബേസിൽ കൊണ്ട് ഒഴിച്ച് കളയുവാണ്. കുറച്ച് സിഗരറ്റ് വലിച്ച് മേശപ്പുറത്ത് ചാരം ഉണ്ടാക്കി ഇട്ടതുപോലെ, അല്ലാതെ കള്ളു കുടിച്ച് ബോധം നശിപ്പിച്ചതുകൊണ്ടോ ജീവിതത്തിൽ ഒരു പ്രയോജനം ഉണ്ടാകാൻ പോകുന്നില്ല മൂർത്തി. ഒന്നും നേടാനും പോകുന്നില്ല. നഷ്ടങ്ങളെല്ലാം പരിഹരിക്കണമെങ്കിൽ എഴുന്നേറ്റ് നിന്ന് ഫൈറ്റ് ചെയ്യണം. തോൽപ്പിക്കാൻ വരുന്നവരുടെ മുന്നിൽ തോൽക്കാൻ മനസ്സില്ലെന്ന് കാണിച്ചു കൊടുക്കണം. മൂർത്തിക്ക് അതിന് കഴിയും. മൂർത്തിക്കേ അതിന് കഴിയൂ. മൂർത്തിയുടെ കൈക്ക് പിടിച്ച് തലോടി സമാധാനിപ്പിക്കുവാണ് അരുണ. വിജയലക്ഷ്മി രാജീവിന് ഫോൺ ചെയ്യുക. എടാ രാജീവൻ, ഞാൻ പറയുന്നതെന്ന് കേക്ക്. ആ ഗോപാലകൃഷ്ണൻ രണ്ടും കൽപ്പിച്ച് നടക്കുക. നിന്റെ പേരിലുള്ളതൊക്കെ ആ കൊച്ചിൻ്റെ പേരിൽ എഴുതി കൊടുത്ത അവസാനം നമ്മൾ എന്ത് ചെയ്യും? പിന്നെ കേസും കൂട്ടുമായ നിന്റെ ജോലിയും പോവും. നിനക്ക് അവിടെ നിൽക്കാനും പറ്റത്തില്ല.
അതുകൊണ്ട് ഈ കൊച്ചിൻ്റെ കാര്യത്തിൽ ഉടനെ തന്നെ ഒരു തീരുമാനം ഉണ്ടാക്കണം. കേസിന് പോവുകയാണെങ്കിൽ നീ ചെലവിന് കൊടുക്കേണ്ടി വരും. നിനക്ക് സൗകര്യം ഉണ്ടെങ്കിൽ കേട്ടാൽ മതി, ഇല്ലെങ്കിലേ വരുന്ന പോലെ അങ്ങ് അനുഭവിച്ചോ. കണ്ടോ കൃഷ്ണൻകുട്ടിച്ചേട്ടാ, അവനങ്ങ് ഫോൺ കട്ടാക്കി. അല്ലേലും അവൻ്റെ കാര്യം ഇങ്ങനെയാണല്ലോ. നമ്മൾ എന്തെങ്കിലും നല്ലത് പറഞ്ഞാൽ അവൻ്റെ ചെവിയിലോട്ട് കയറത്തില്ല. അനുഭവത്തിൽ വരുമ്പോൾ പഠിച്ചോളും. അങ്ങനെ അങ്ങ് ഒഴിഞ്ഞു മാറിയിട്ട് കാര്യമില്ല വിജയലക്ഷ്മി. ഇതങ്ങനെയൊന്നും ഒഴിഞ്ഞു പോകുന്ന കേസുമല്ല. ഇത് രാജീവിൻ്റെ തല അറക്കാൻ വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള കേസാ. അവൾ എന്ന് രാജീവിൻ്റെ ജീവിതത്തിലോട്ട് വന്നോ അന്ന് തുടങ്ങിയ കഷ്ടപ്പാടാണ് എൻ്റെ കൊച്ചിന്. അവന് മാത്രമല്ല നമുക്കും. എൻ്റെ കൊച്ചി രാജ്യം വിട്ടതിൻ്റെ കാരണം തന്നെ അവൾ ഒറ്റ ഒരുത്തിയാ. അതൊക്കെ ഇനി പറഞ്ഞിട്ട് എന്ത് കാര്യമാണ് വിജയലക്ഷ്മി? വരാനുള്ളതൊക്കെ വന്ന് ഇനി അവൻ്റെ ജീവിതത്തിൽ വരാനിരിക്കുന്ന ദുരന്തത്തെ എങ്ങനെ ഒഴിവാക്കണം, അതിൽ നിന്നൊക്കെ അവനെ എങ്ങനെ രക്ഷിക്കണം എന്നൊക്കെ മാത്രമാണ് നമ്മളിനി ചിന്തിക്കേണ്ടത്. ഇപ്പോഴൊരു കൊച്ചും കൂടെ ആയ സ്ഥിതിക്ക് അതൊന്നും അത്ര എളുപ്പമാകില്ല കുട്ടിക്കൃഷ്ണൻ ചേട്ടാ. ആര് പറഞ്ഞു വിജയലക്ഷ്മി എളുപ്പമല്ലെന്ന്? ബുദ്ധിപൂർവ്വം ചിന്തിച്ചാൽ എല്ലാത്തിനും പരിഹാരമുണ്ട്. അല്ലെങ്കിൽ പിന്നെ അവൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയതല്ല കൃത്യമായിട്ടൊരു ബോധമില്ലാത്ത കൊച്ചിൻ്റെ പേരിലോട്ട് പോവുകയാണെന്ന് വെച്ചാൽ അച്ഛൻ്റെ സ്വത്ത് കൊച്ചിനും തള്ളയ്ക്കൂ എന്നൊരു വിധി വന്നാലോ? പിന്നെ അമ്മ അവനും തെരുവിലേക്ക് ഇറങ്ങേണ്ട അവസ്ഥ വരും. തങ്ങിത്തറയ്ക്കുന്ന കാര്യങ്ങളൊന്നും പറയാതെ കുട്ടിക്കൃഷ്ണൻ ചേട്ടാ. എന്നാൽ ചങ്കിക്കയറുന്ന ഒരു കാര്യം ഞാൻ അങ്ങോട്ട് പറഞ്ഞാലോ? അതെന്താ? ആദ്യം കേൾക്കുമ്പം കുറച്ച് വിഷമമൊക്കെ തോന്നുമെങ്കിലും ഇതൊരു നല്ല ചിന്തയായിരുന്നു എന്ന് പിന്നീട് തോന്നാം. അതുകൊണ്ട് ആദ്യം രാജീവിൻ്റെ തീരുമാനം അറിയണം. ഈ കേസിൽ അവൻ എന്താണ് ഉദ്ദേശിക്കുന്നത്, ഈ കേസുമായിട്ട് അവൻ എങ്ങനെയാണ് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുന്നത് എന്നൊക്കെ അവനോട് ചോദിച്ചറിയണം. അതിപ്പോഴവൻ എങ്ങനെയാണോ ജീവിക്കുന്നത് ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോകാനാണ് അവന് താല്പര്യമെന്ന്. അവനിപ്പോൾ ആരുടെ കൂടെയാണോ കഴിയുന്നത് ആ പെണ്ണിനെ തന്നെ കല്യാണവും കഴിച്ച് അവളുമായിട്ടൊത്ത് ജീവിക്കണമെന്നാണ് അവൻ്റെ ആഗ്രഹം. അവൻ ഇങ്ങോട്ട് വരാൻ തന്നെ തീരെ താല്പര്യവും ഇല്ല. എടി വിജയലക്ഷ്മി, അതിന് അവളെ കല്യാണം കഴിച്ച് അവനവിടെ സെറ്റിലാകണമെങ്കിലേ ഈ ശാരീരികമായിട്ടുള്ള ബന്ധം അവൻ വേർപെടുത്തണം. ഒരു കൊച്ചുകൂടി ആയ സ്ഥിതിക്ക് അതത്ര എളുപ്പമാണെന്നൊന്നും വിജയലക്ഷ്മി നീ വിചാരിക്കണ്ട. പിന്നെ നമ്മൾ എന്ത് ചെയ്യണമെന്നാ? അതിന് ഒരേ ഒരു വഴിയേ ഉള്ളൂ വിജയലക്ഷ്മി. കോടതിയിൽ കേസ് എത്തരുത്. അതിപ്പം നമ്മൾ കൊടുത്തില്ലല്ലോ അവർ കൊടുക്കില്ലേ? അതിനാളുണ്ടെങ്കിലല്ലേ കേസും കൂട്ടവും കോടതിയും ഒക്കെ ബന്ധം വേർപെടുത്തലും ഒക്കെ. ആളില്ലാതായ പിന്നെ ഇതൊന്നും നടക്കത്തില്ല. എൻ്റെ കൃഷ്ണൻകുട്ടി ചേട്ടാ, എന്തോ ഈ പറഞ്ഞു വരുന്നത്? അതെ, ഒരു ചെറിയ കൊലപാതകം. അയ്യോ, കൊലപാതകമോ? നമ്മളാരും ഒന്നും ചെയ്യണ്ട. ഒരു പൂനുള്ളി എടുക്കുന്ന ലാഘവത്തോടെ നല്ല പണിയെടുക്കുന്ന പണിക്കാരി നാട്ടിലുണ്ട്. നമ്മൾ ഈ കാര്യം അവരെ ഏൽപ്പിച്ചാൽ ഒരു സംശയം പോലും തോന്നാത്ത രീതിയിൽ അവർ ചെയ്തു തരും. നമുക്ക് നഷ്ടപ്പെടാൻ പോകുന്ന പൂസത്തിന്റെ കണക്കെടുക്കുമ്പോൾ ഇവർക്ക് കൊടുക്കാൻ പോകുന്ന കാശ് ഒരു നഷ്ടമാകത്തില്ല വിജയലക്ഷ്മി. അയ്യോ, അപ്പോൾ കുഞ്ഞോ? കടയ്ക്കലാദ്യം കത്തി വെച്ച് കഴിഞ്ഞാൽ തന്നെ കൊമ്പുകൾ പിന്നെ തന്നെ അങ്ങ് ഉണങ്ങിക്കോളും. അങ്ങനെ ആങ്ങളെയും പെങ്ങളുടെ ശാരികയെ കൊല്ലാനുള്ള തയ്യാറെടുപ്പുകളാണ് നോക്കുന്നത്. രാഘവേട്ടനാണെങ്കിൽ ഇങ്ങനെ സത്യാമയെ നോക്കിയിരിക്കുക. എടോ പിള്ളേ, വരേണ്ട സമയം കഴിഞ്ഞല്ലോടോ എന്നിങ്ങനെ പറയുമ്പോൾ കാർ അങ്ങോട്ട് വരുന്നുണ്ട്. കാറിൽ നിന്ന് ശാലിനിയും ശിവനും ഇറങ്ങുക. രാഘവേട്ടൻ വിളിക്കുന്നിടാ വിഷ്ണുവേ മോനെ, ഫാമയ്ക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ലച്ചാ. അങ്ങനെ സത്യമ്മ കാറിൽ നിന്ന് ഇറങ്ങുന്ന കണ്ടപ്പോഴേ രാഘവേട്ടന് സന്തോഷം കൊണ്ടുപോയി. ഫാമേ, ഇങ്ങോട്ട് വാ ഫാമേ. ഫാമേ, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? അവർ നിന്നെ ഉപദ്രവിച്ചതൊന്നുമില്ലല്ലോ? ഇല്ല രാഘവേട്ടാ. ശിവൻ പറയാം, എന്നാൽ ഞാൻ പോയി കുട്ടികളെ വിളിച്ചോണ്ട് വരട്ടെ. എടാ മോനെ വിഷ്ണു, എളുപ്പം പറഞ്ഞേടാ, വൈകിട്ട് അമ്പലത്തിൽ പോകണം, എനിക്ക് വഴിപാടൊക്കെ ഉണ്ട് എന്നിങ്ങനെ രാഘവേട്ടൻ പറയുക. ജാമ്യം കിട്ടി എൻ്റെ ഫാമ വീട്ടിൽ വന്നല്ലോ, അപ്പോൾ ദൈവത്തിനോടുള്ള നന്ദി എനിക്ക് എന്ന് പറയണം. രാഘവേട്ടാ, ദൈവത്തിനോട് നന്ദി പറയുമ്പോൾ നന്ദി പറയേണ്ട മറ്റൊരാളും കൂടി ഉണ്ട്, അഡ്വക്കേറ്റ് അരുണ. എത്ര വേഗത്തിലാണ് കേസുകൾ കൈകാര്യം ചെയ്യുന്നതെന്നറിയാവോ? ആ വക്കീലിനെ കിട്ടിയത് നമ്മുടെ ഭാഗ്യം തന്നെ രാഘവേട്ടാ. ശാലിനി പറയാം, ഞാൻ അവളോട് എന്നെ ഒന്ന് സഹായിക്കുമെന്ന് മാത്രമേ ചോദിച്ചുള്ളൂ. പക്ഷേ എനിക്ക് ഉറപ്പുണ്ടായിരുന്നു അഡ്വക്കേറ്റ് അരുണ കൃഷ്ണമൂർത്തി കേസെടുത്താൽ നമ്മൾ ജയിക്കുമെന്ന്. സത്യമേ നമുക്ക് പുഷ്പം പോലെ ഇറക്കിക്കൊണ്ട് വരാമെന്ന് ആ ഒരു ഉറപ്പിലാണ് ഞാൻ ഇപ്പോഴും നിൽക്കുന്നത്. അപ്പോൾ പൊന്നി ശാരികയുടെ കൊച്ചുവാട്ട് അങ്ങോട്ട് വരിക. ശാലിനി പെട്ടെന്ന് അയ്യോ ഇതാര് കരക്കുട്ടിയെ എന്നും പറഞ്ഞ് ഓടിച്ചെന്ന് കുഞ്ഞിനെ എടുക്കുക. അപ്പോൾ പിള്ളയ്ക്ക് തീരെ പറ്റുന്നില്ല. പിള്ള രാഘവേട്ടനെ നോക്കുക. സത്യാമ്മ പെട്ടെന്ന് ആ കുഞ്ഞിൻ്റെ അടുത്തിട്ട് വന്നിട്ട് ചിരിച്ചോണ്ട്, ഇങ്ങി താ മോളൂനെ, എനിക്ക് ശരിക്കൊന്ന് കാണാൻ പോലും പറ്റിയില്ല എന്നും പറഞ്ഞ സന്തോഷത്തോടെ ആ കുഞ്ഞിനെ എടുക്കുക. പിള്ള ഓടിച്ചെന്ന് രാഘവേട്ടനെ ചെവി പറഞ്ഞു, അയ്യോ നോക്ക് സാറേ, സത്യാമ്മ കുഞ്ഞിനെ എടുക്കുന്നത്. ഒരു പ്രാവശ്യം കൊച്ചിനെ സത്യാമ്മ എടുത്തപ്പോഴാണ് ജയിലിൽ പോകേണ്ടി വന്നത്. ഇനി ഒരു പരീക്ഷണത്തിന് നിൽക്കണോ രാഘവൻ സാറേ? പിള്ളയുടെ ആ ചോദ്യം കേട്ട് എന്ത് ചെയ്യണമെന്നറിയാതെ രാഘവേട്ടൻ ഇങ്ങനെ നിൽക്കുക. അപ്പോൾ ഫ്രണ്ട്സ്, ഈ പിള്ള ആ കൊച്ചിനെ എങ്ങനെയെങ്കിലും നശിപ്പിച്ചേ അടങ്ങുമെന്ന് പറഞ്ഞ് നിൽക്കുക. ഒരു പക്ഷേ ഈ പിള്ളയ്ക്ക് കുഞ്ഞിനോട് ഇത്രയും ശത്രുതയുണ്ട? ഇനി വിജയലക്ഷ്മിയുടെ വല്ലൊരു ആണോ ഈ പിള്ള? ഈ കുഞ്ഞിനെ കൊല്ലാൻ വേണ്ടിയാണോ പിള്ള ഇങ്ങനെയൊക്കെ പറയുന്നത്? പാവം പിടിച്ച രാഘവേട്ടനെ കൊണ്ട് ആ കുഞ്ഞിനെ ഇനി വല്ലതും ചെയ്യിപ്പിക്കുമോ? എന്തായിരിക്കും ഇനി നടക്കാൻ പോകുന്നതെന്നൊക്കെ നമുക്ക് അടുത്ത റിവ്യൂവിൽ കാണാം. എൻ്റെ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ട ലൈക്കും കമൻസും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.